വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചാരണ ഉദ്ഘാടനത്തിൽ ഷഹാദത്തിൻ്റെ 2 ഭാഗങ്ങളും ചർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൻ്റെ വചനം അത് അശറിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇനി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തമായി മനസ്സിലാക്കുകയും അവിടുത്തെയോട് ശക്തമായ ബന്ധം കാത്തു സൂക്ഷിക്കുകയും പ്രവാചക ചര്യകൾ ജീവിതത്തിലുടനീളം പാലിക്കുകയും ചെയ്തുകൊണ്ട് വേണം ആ ഷഹാദത്തിൻ്റെ 2ാം പാർട്ടിനോട് നമ്മൾ നമ്മുടെ ബാധ്യത നിർവഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ അറിഞ്ഞു മനസ്സിലാക്കിയ ആളുകൾ, പ്രവാചകനോടൊപ്പം ജീവിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വ്യക്തമായി മനസ്സിലാക്കിയ ആളുകൾ ആ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾ ചോദിച്ചു, കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ അലിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയായിരുന്നു? അതിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, കാന വല്ലാഹി അഹബ്ബ ഇലൈന മിൻ അംവാലിന വ ഔലാദിന വ അബ്നാഇന വ ഉമ്മഹാത്തിന വ മിനൽ മാഇൽ ബാരിദി അലദ്ദമ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടിയാണ്, അള്ളാഹുവിനെ തന്നെ സത്യം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ധനത്തെക്കാൾ, ഞങ്ങളുടെ സന്താനത്തെക്കാൾ, ഞങ്ങളുടെ ആൺകുട്ടികളെക്കാൾ, ഞങ്ങളെ വാപ്പമാരെക്കാൾ, ഞങ്ങളെ ഉമ്മമാരെക്കാൾ ചുട്ടുപഴുത്തു നിൽക്കുന്ന സമയത്ത് ലഭിക്കുന്ന നല്ല തണുത്ത വെള്ളമുണ്ടല്ലോ, അതിനേക്കാളെല്ലാം ഞങ്ങൾക്ക് പ്രിയം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തിനേക്കാളും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരങ്ങേയറ്റം ചേർത്തു പിടിച്ചിരുന്നു. ആ ചേർത്തു പിടിക്കലിൻ്റെ കാരണം അതിലൂടെ മാത്രമേ നമുക്ക് വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മജ്മൂഉ ഫത്താവയിൽ പറഞ്ഞൊരു വാചകമുണ്ട്, وأما السبب في وجوب محبته صلى الله عليه وسلم وتعظيمه أكثر من أي شخص
ഏതൊരു വ്യക്തിയെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്ര കടുത്ത രൂപത്തിൽ, ഇത്ര ശക്തമായ രൂപത്തിൽ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം فَلِأَنَّ أَعْظَمَ الْخَيْرِ فِي الدُّنْيَا وَالْآخِرَةِ لَا يَحْصُلُ لَنَا إِلَّا عَلَى يَدِ النَّبِيِّ صلى الله عليه وسلم بِالْإِيمَانِ بِهِ واتباعه. കാരണം ഐഹിക ലോകത്തോ പാരത്രിക ലോകത്തോ ഈ രണ്ട് പ്രദേശങ്ങളിലുമുള്ള ഏറ്റവും മഹത്തായ നന്മ അത് നമുക്ക് കരസ്ഥമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ബിൽ ഈമാനി ബിഹി വത്തിബാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള വിശ്വാസത്തിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരലിലൂടെ, ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നല്ല നന്മകൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ലാ നജാത ലി അഹദിൻ മിൻ അദാബില്ലാ വലാ വസൂല ലഹു ഇലാ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഒരാൾക്ക് ചെന്നു ചേരാനും കഴിയില്ല, ഇല്ലാ ബിവാസിത്തത്തിർ റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയല്ലാതെ. എന്ന് പറഞ്ഞാൽ ബിൽ ഈമാനി ബിഹി വമഹബ്ബത്തിഹി വമുവാലാത്തിഹി വത്തിബാഇഹി, നബിതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, നബിതങ്ങളെ പ്രിയം വെച്ചുകൊണ്ട്, നബിതങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട്, നബിതങ്ങളോട് ഇത്തിബാഅ് ചെയ്തുകൊണ്ട്, ഈ കാര്യം മുഖേനയല്ലാതെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് എത്തിച്ചേരാനോ സാധ്യമേ അല്ല. ഇതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും അധികം നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുകയും നമ്മൾ ഓരോരുത്തരും ബന്ധപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കൽപ്പിച്ചു കൊടുത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹിദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജീവിച്ച സുന്ദരമായ മാർഗം, ആ മാർഗമാണ് ഏതൊരു മനുഷ്യൻ്റെയും കൽബിനെ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചേർത്ത് വെക്കുന്നത്. കേവലം ഒരു രാജ്യത്തിൻ്റെ രാജാവ് എന്ന നിലക്കല്ല, കേവലം ഒരു സമൂഹത്തിൻ്റെ നേതാവ് എന്ന നിലക്കുമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉസ്വത്ത് ഹസനയായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് ആളുകൾ ഏറ്റവും അധികം ബന്ധപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിൽ 33-ാം അധ്യായം സൂറ അൽ-അഹ്സാബ് അതിൻ്റെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറ അല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന, വദക്കറ അല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഉത്തമ മാതൃക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം മികച്ചു നിൽക്കുന്ന അത്യുന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ബൂസൂരി പറഞ്ഞൊരു വാക്കുണ്ട്, ഫഖന്നബീന ഫി ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ
ഇൽമി വലാ കറമീ. എല്ലാ പ്രവാചകന്മാരെക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔന്നിത്യത്തിലാണ്. അതവിടുത്തെ സൃഷ്ടിപരമായിട്ടാണെങ്കിലും സ്വഭാവപരമായിട്ടാണെങ്കിലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിലും അവിടുത്തെ അറിവിലേക്കും ഒരാൾക്കും എത്തിപ്പെടാൻ കഴിയില്ല എന്നാണ്. അത് വളരെ കൃത്യവുമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ പ്രവാചകനെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അഖ്ലിനെ, ആ പ്രവാചകന്റെ ബുദ്ധിയെ, ആ ബുദ്ധി നല്ല പരിശുദ്ധമാണ്, നല്ല ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ യാതൊരു കലർപ്പുമില്ലാത്ത, വക്രതയില്ലാത്ത ശുദ്ധമായ അഖ്ലാണ് പ്രവാചകന്റേതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു നജ്മിന്റെ 2-ാമത്തെ ആയത്ത്. മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. മാ ളല്ല സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ആൾ പിഴച്ചിട്ടില്ല. വമാ ഗവാ, അദ്ദേഹം വക്രത കാണിച്ചിട്ടുമില്ല. അദ്ദേഹം ഏറ്റവും ഋജുവായ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഖൽ. മറ്റൊന്ന് കാണാം, പ്രവാചകന്റെ നാവിനെ അള്ളാഹു പരിശുദ്ധമാക്കുകയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വമാ യൻതിഖു അനിൽ ഹവാ, അവിടുത്തെ നാവ് എന്തെങ്കിലും പറയുന്ന നാവല്ല. അവിടുത്തെ നാവ് എന്തെങ്കിലും പൊളിയും കളവും പാട്ടും ബോളും അതൊന്നല്ല. അവിടുത്തെ നാവ് അള്ളാഹുവിൻ്റെ വഹിയിലൂടെ മാത്രം സംസാരിക്കുന്ന നാവാണ്, പരിശുദ്ധമായ നാവാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊണ്ടുവന്ന ശരീഅത്ത്, അവിടുന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത നിയമങ്ങൾ, അത് പരിശുദ്ധമാണ്. അതാണ് ഞാൻ ഓതിയ ആയത്തിൻ്റെ 2-ാം ഭാഗം, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ആ വാചകത്തിലൂടെ സക്കല്ലാഹു തആല ശറഅ, ആ ശറഇനെ അള്ളാഹു പരിശുദ്ധമാക്കുകയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖൽബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കി. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, മാ കദബൽ ഫുആദു മാ റആ. മാ കദബൽ ഫുആദു മാ റആ, അദ്ദേഹം കണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഖൽബ് കളവാക്കിയിട്ടില്ല, വ്യാജമാക്കിയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. മറ്റൊന്ന് കാണാം, അവിടുത്തെ കാഴ്ച, അതും പരിശുദ്ധമാണെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ. മാ ജാഗൽ ബസറു വമാ ത്വഗാ, അദ്ദേഹത്തിൻ്റെ കാഴ്ച തെന്നിപ്പോയിട്ടില്ല, നീങ്ങിപ്പോയിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ക്രമം വിട്ടുപോയിട്ടുമില്ല എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ. അതുപോലെ തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് കടന്നു വന്ന അവിടുത്തെ സ്വഹാബ, ആ സ്വഹാബത്ത് മുതൽ ആ സമൂഹത്തിലെ അള്ളാഹു എടുത്തു പറഞ്ഞു. പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ഖുർആൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലം മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ അയാൾ ഉറങ്ങുന്ന ആളൊന്ന് വിളിച്ചാണ്.
ഇതൊന്ന് സൗണ്ട് കൂട്ടി വെക്കും, ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോടൊപ്പമുള്ള ആളുകളെ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ആ ആളുകൾ അവർ ക്ലിയറാണ്, ശുദ്ധരാണ്, ഈമാനിൻ്റെ അഹ്ലുകാരോട് ഏറ്റവും അധികം ബന്ധവും കുഫ്രിയത്തിൻ്റെ ആളുകളോട് അതിശക്തമായ സമീപനവും സ്വീകരിക്കുന്ന ആളുകൾ. കഴിഞ്ഞകാല വേദഗ്രന്ഥങ്ങളിൽ വരെ അവരെക്കുറിച്ച് ചർച്ചയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി അവിടുത്തെ സ്വഭാവ മഹിമയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിശ്ചയമായും നബിയെ നീ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ മേലാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. ഇനി ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്, ആ ദഅവത്ത് എന്തെങ്കിലും ചപ്പടാച്ചി അടിച്ചു പോകലല്ല, അതിന് കൃത്യവും നിയതവുമായ ഒരു റൂട്ടുണ്ട്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാനും എൻ്റെ കൂടെയുള്ള ആളുകളും ക്ഷണിക്കുന്നത് കൃത്യമായ ബസീറത്തോടെ, ഉൾക്കാഴ്ചയോടെ, വളരെ വ്യക്തമായും ദിഷണയോടും കൂടിയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതും അവിടുന്ന് പ്രബോധനം ചെയ്ത മതത്തിൻ്റെയും അവിടുത്തെ പ്രബോധനത്തിൽ കടന്നു വന്ന സ്വഹാബത്തിൻ്റെയും അവിടുത്തെക്കുറിച്ച് തന്നെയും വളരെ കൃത്യമായി അള്ളാഹു പരിചയപ്പെടുത്തിയ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇങ്ങനെ ഒരാൾ, ഇങ്ങനെയുള്ളൊരു പ്രവാചകൻ, ആ പ്രവാചകൻ്റെ A to Z പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ഉന്നതനായി മാനവകുലത്തിന് വേറൊരു മനുഷ്യനില്ല എന്നാണ്. മാനവകുലത്തിന് അള്ളാഹുവിൻ്റെ റസൂലല്ലാതെ വേറൊരാളെയും ആ സ്ഥാനത്ത് വെക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാണ്. അതിന് അള്ളാഹിൻ്റെ റസൂലിനെ പഠിക്കും തോറും, അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയും തോറും ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെയും ആ പ്രവാചകന്റെ പ്രബോധനത്തെയും ആ പ്രവാചകന്റെ സമൂഹത്തോടുള്ള ഇടപഴകലുമൊക്കെ കാണുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്ക് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് കരുണാവാൻ നബി മണിമുത്തുരത്നമോ എന്നാണ്. മണിമുത്തുരത്നമാണോ ഈ പ്രവാചകൻ എന്ന് ചോദിച്ചു പോകുന്നത് പ്രവാചകന്റെ ആകാര സൗഷ്ഠവത്തെ നേരിട്ട് കണ്ടതുകൊണ്ടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട ആളുകൾ അവർ ഓരോരുത്തരും ചർച്ച ചെയ്തത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖകമലമുണ്ടല്ലോ, പ്രവാചകനെ കണ്ടാൽ സൂര്യനെയും ചന്ദ്രനെയും നാണിപ്പിക്കുന്നതായിരുന്നു എന്നാണ്. ചില സ്വഹാബികൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ 14 രാവിലെ ആ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ചുവന്ന ഒല്ലിയിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ബറാ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി, ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രബിംബത്തെയും നോക്കി. രണ്ടും നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഏറ്റവും നല്ല ഭംഗിയുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശാരീരിക ഘടന തന്നെ പ്രവാചകന്റെ മുഖകമലം പോരാ, അവിടുത്തെ കൈയുടെ മാർദ്ദവത്തെക്കുറിച്ച് പ്രവാചകനോടൊപ്പം ജീവിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മസസ്തു ദീബാജൻ ഖത്തു വലാ ഹരീറ അൽയന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കൈവെള്ളയുടെ മാർദ്ദവത്തെക്കാൾ മൃദുലമായ ഒരു പട്ടും ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 10 കൊല്ലം പ്രവാചകന് ഖിദ്മത്തെടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മാ ശമംതു അംബറൻ ഖത്തു വലാ മിസ്കൻ അത്യബു മിൻ റീഹി റസൂലില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ അടുത്തേക്ക് വരുമ്പോൾ ആ സുഗന്ധം എൻ്റെ കമ്മുക്കിലേക്ക്, നാസികയിലേക്ക് അടിച്ചു കയറുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഉറപ്പിക്കുകയാണ്, അവിടുത്തെ സുഗന്ധത്തെക്കാൾ ഉന്നതമായ ഒരു അമ്പറും ഒരു കസ്തൂരിയും
ഞാൻ എൻ്റെ നാസിക കൊണ്ട് മണത്തിട്ടില്ല എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാര സൗഷ്ഠവത്തെക്കുറിച്ചാണ്. അത് മാത്രം പറയാൻ വേണം ദിവസങ്ങളോളം നമുക്ക്. ഞാനത് വിശദീകരിക്കുകയല്ല, മറിച്ച് പ്രവാചകനെ കണ്ടിട്ട് പ്രവാചകന്റെ മുഖകമലം ദർശിച്ചിട്ട് പ്രവാചകന്റെ ആകാര സൗഷ്ഠവത്തിൽ ആകൃഷ്ടനായിട്ടല്ല ഒരാളും അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തിയതും പ്രവാചകനെ കുറിച്ച് അത്യുന്നതമായ സ്ഥാനം നൽകി അലങ്കരിച്ചതും ഒരിക്കലും അത് കണ്ടിട്ടില്ല. പിന്നെ എവിടെയാണ്? പിന്നെ പ്രവാചക ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ചില ധന്യമുഹൂർത്തങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വിശേഷണങ്ങളെ രൂപപ്പെടുത്തിയതും ആ സ്വഭാവ വിശേഷണങ്ങൾ സമൂഹത്തിൽ അടയാളപ്പെടുത്തിയതുമായ ചില അടയാളങ്ങളുടെ പ്രതിഫലനങ്ങളാണ്. മനുഷ്യ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അത്യുന്നതനാണ്, മാനവരിൽ മഹോന്നതനാണ് എന്നൊക്കെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം അതാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മേഖലയെക്കുറിച്ച് മാത്രമാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ കുറിച്ച് സ്വഹാബികളൊക്കെ പറഞ്ഞത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖാ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഏറ്റവും നല്ല സ്വഭാവമാണ് അള്ളാഹുവിൻ്റെ റസൂലിന്. ആ പ്രവാചകന്റെ സ്വഭാവ വിശേഷണങ്ങളെ ഏറ്റവും അധികം പറയാൻ അർഹതയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരാണല്ലോ, അല്ലേ? നമ്മളെക്കുറിച്ച് ഏറ്റവും അധികം ആള് അറിയുന്ന ആരാണ്? പുരുഷന്മാർക്ക് പറയാൻ മടിയുണ്ടാവും. ആരാണ്? ഭാര്യയാണ്. ഞാൻ എങ്ങനെയുണ്ട് എന്ന്, ഞാൻ എങ്ങനെയുള്ള ആളാണെന്നും എൻ്റെ സ്വഭാവം എന്താണെന്നും എത്രത്തോളം അയാളെ സ്വീകരിക്കാൻ പറ്റുമെന്നും ഒക്കെ പറയാൻ പറ്റുന്നത് നമ്മുടെ ഭാര്യമാർക്കാണ്. അവർക്കേ പറയാൻ പറ്റുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ, നബിതങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്ന 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. 9 ആളുകൾ. ആ 9 ആളുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ പ്രായമുള്ള സൗദ ബീവി ആ ഗണത്തിലുണ്ട്. പ്രവാചകനേക്കാൾ നന്നേ പ്രായം കുറഞ്ഞ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദി അവറുകളുമുണ്ട്. പ്രവാചകനെക്കുറിച്ച് സ്വഹാബികൾ ചോദിച്ചു. ആളുകൾ പലപ്പോഴും വന്ന് ചോദിച്ചു. ആയിഷ ബീവിയോട് ചോദിച്ചതിനെക്കുറിച്ച് സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കിതാണ്, ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച്, പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച്, നിങ്ങളോട് എങ്ങനെയായിരുന്നു റസൂലുള്ള ഇടപഴകിയിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവിയുടെ മറുപടി, നീ ഖുർആൻ ഓതിയിട്ടില്ലേ? നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? അതെ, ഓതിയിട്ടുണ്ടുമ്മ. എന്നാൽ നബിതങ്ങളുടെ സ്വഭാവം കാന ഖുലുഖുഹു അൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മഹിതമാണ്, മഹത്വമാണ്, ഉന്നതമാണെന്ന് പഠിപ്പിച്ച ഏതൊക്കെ സ്വഭാവ നന്മകളുണ്ടോ അതെല്ലാം ഒത്തിണങ്ങി ചേർന്നതായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതവിടുന്ന് വെറും വാക്ക് പറഞ്ഞതല്ല. നബിതങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സ്വാലിഹൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവങ്ങൾ, എല്ലാ സ്വഭാവങ്ങളുടെയും നന്മകളെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത് അവരോട് ഏറ്റവും നന്നായി അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി അയക്കപ്പെട്ടയാളാണ് ഞാൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരാൾക്ക് അയാളുടെ വ്യക്തി ജീവിതത്തിൽ, അയാളുടെ രഹസ്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു സ്വഭാവ മഹിമയിൽ നിന്ന് മാറി മോശമായ സ്വഭാവത്തിലേക്ക് എത്താൻ കഴിയുക? സൗദ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ ഘട്ടമായിരുന്നു അത്. പ്രവാചകനെ കുറിച്ച് ചോദിച്ചപ്പോൾ, പ്രവാചക ജീവിതത്തിൽ ഉള്ള സൗദ ബീവിക്ക് പ്രവാചകനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാൻ കഴിയാതെ ആ വൃദ്ധയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം എന്താണെന്നറിയോ? റസൂലുള്ള വഫാത്താകാൻ പോകുന്നതിന് മുമ്പ്, വഫാത്താകുന്നതിനും കുറേ മുമ്പ് സൗദ ബീവി ശാരീരികമായി ക്ഷീണിച്ചപ്പോൾ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് നിങ്ങളുടെ ഭാര്യ പദവി മാത്രം മതി, പക്ഷെ എനിക്ക് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ശാരീരികമായി ഞാൻ ക്ഷീണിതയാണ്. അതുകൊണ്ട് നബിയെ, എൻ്റെ സമയം
ഞാൻ ആയിഷക്ക് വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് വരേണ്ടുന്ന ദിവസം നിങ്ങൾ ആയിഷയുടെ അടുത്ത് പൊയ്ക്കോളൂ നബിയെ, എന്നാലും എന്നെ ഭാര്യയായി നിലനിർത്തണമെന്ന് സൗദ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് കാണാം. അവിടുന്ന് പ്രവാചകൻ വഫാത്താകുമ്പോഴും സൗദ ബീവി പ്രവാചകന്റെ പത്നിയായി തന്നെ തുടർന്നു. പ്രവാചക വിയോഗാനന്തരം സ്വഹാബികൾ ചോദിച്ചപ്പോ പറയാൻ കഴിയാതെ ആ വൃദ്ധയുടെ തൊണ്ടയിൽ ശബ്ദം കുരുങ്ങുകയാണ്. പറയാൻ കഴിയില്ല. അവരെല്ലാവരും പറഞ്ഞൊരു വാക്കിതാണ്, ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും പ്രവാചകന്റെ പത്നിപദം അലങ്കരിച്ച് പ്രവാചകന്റെ കൂടെ കൂടിയിട്ട് ഒരിക്കൽ പോലും അവിടുന്ന് ഞങ്ങളെ ശകാരിച്ചിട്ടില്ല, ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടില്ല, ഞങ്ങളെ അടിച്ചിട്ടില്ല, മാത്രമല്ല ഞങ്ങളെ ഉപദ്രവിക്കുകയോ ഭത്സിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ അത്രയും ഉന്നതമായ മഹിതമായ തലത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത് എന്ന് ലോകത്തിന് വിളിച്ചു പറയാൻ കഴിയുകയാണ്. ഇന്ന് നമ്മൾ കണ്ടില്ലേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മറ്റതുമൊക്കെ പലപ്പോഴും പല വർഷങ്ങളും കൂടെ പോയിരുന്നതും സഹവസിച്ചതും സഹകരിച്ചതുമായ ആളുകൾ അവരുടെയൊക്കെ സ്വഭാവം എന്തായിരുന്നു എന്ന് പുറത്തു പറയുമ്പോഴാണ് പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്നത് നമ്മൾ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ പറയുകയാണ്, അത് അവിടുന്ന് പരസ്യമായി പറഞ്ഞു, ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഉത്തമൻ ആരാണോ, നിങ്ങളുടെ ഭാര്യയോട് നന്മയിൽ പെരുമാറുന്നവൻ ആരാണോ, അയാളാണ് ഏറ്റവും നല്ല ഉത്തമനായ ഏറ്റവും നല്ല മാന്യനായ ഭർത്താവെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമല്ല, ഞാൻ മാന്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു വാക്കിന്റെ പകുതി കണ്ടെങ്കിലും സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കാത്ത ഒരു ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളിൽ നിന്നും ഒരാൾ പോലും എഴുന്നേൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നായിരുന്നില്ല, അവിടുന്ന് വഫാത്താകുമ്പോൾ 9 പേരുണ്ടായിരുന്നു. 9 പേരോടും ഏറ്റവും നല്ല നിർമ്മലമായ പ്രവർത്തനം. അതെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞ വാക്കതാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. നബിയേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടാണ് ലിൻതലഹും, നീ ഇത്ര നിർമ്മലനായി തീർന്നത് നബിയെ. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി, അങ്ങങ്ങാനം പരുഷഹൃദയനായിരുന്നെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക, നിന്റെ ചുറ്റുഭാഗത്തു നിന്നും ആളുകളെല്ലാവരും പൊയ്ക്കഴിയുമായിരുന്നു. അവിടെയാണ് ഞാൻ ഓർക്കുകയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്. അനസ് ബിൻ മാലിക് ആരാണ്? പ്രവാചകനോടൊപ്പം ഖിദ്മത്ത് എടുത്തയാളാണ്. ആ ഖിദ്മത്ത് നീണ്ട 10 വർഷത്തോളമായിരുന്നു. 9 വയസ്സ് കഴിഞ്ഞ അനസിനെ ഉമ്മു സുലൈം ബീവി കൊണ്ടുവന്ന് പ്രവാചകനെ ഏൽപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ട്. നബിയെ, ഇവൻ്റെ ഉപ്പ മരിച്ചുപോയി, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു, അതുകൊണ്ട് ഈ കുഞ്ഞനായ അനസിനെ നിങ്ങളെ കൂടെ നിർത്തിക്കോ നബിയൻ. ആ 9 വയസ്സ് കഴിഞ്ഞ് 10 വയസ്സിലേക്ക് എത്തുന്ന അനസിനെ കൂടെ കൂട്ടി സുദീർഘമായ 10 കൊല്ലം പ്രവാചക വീട്ടിലെ സേവകനായി ജീവിച്ചു അനസ് ബിൻ മാലിക്. പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാകുമല്ലേ. നമ്മളെ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്ന ഒരാൾ, അയാൾക്ക് ഒരു ദിവസം പണിയെടുക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് പലതും പറയാനുണ്ടാകും അല്ലേ. അവിടെയാണ് 10 കൊല്ലത്തെ ജീവിതത്തിന് ശേഷം പ്രവാചക വിയോഗാനന്തരം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഖദിംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ, 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് കൊടുത്തു. ആ 10 കൊല്ലത്തിൽ ഒരിക്കൽ പോലും വല്ലാഹി മാ ഖാലലി, അല്ലാഹുവിന്റെ സത്യം, എന്നോട് റസൂൽ പറഞ്ഞിട്ടില്ല എന്ത്, ഉഫിൻ, ഛേ, ഖത്തു, തീരെ തന്നെ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും 10 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഛേ എന്ന ശബ്ദം എൻ്റെ നേരെ അല്ലാഹുവിന്റെ റസൂൽ പ്രയോഗിച്ചിട്ടില്ല. വലാ ഖാലലി ശൈഇൻ ലിമ ഫഅൽത കദാ വഹല്ലാ ഫഅൽത കദാ വലാ ആബ അലയ്യ ശൈഅൻ ഖത്തു. ഞാൻ ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ എന്തിനാടാ നീ അത് ചെയ്തതെന്ന് ഹബീബ് എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ എന്താണ് നീ ചെയ്യാത്തത് എന്നും എന്നോട് ചോദിച്ചിട്ടില്ല. മാത്രമല്ല ഒരിക്കൽ പോലും എന്നെ നബി തങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്.
ഞാൻ പ്രവാചക വീട്ടിൻ്റെ അകത്തളത്തിൽ നിന്ന് ഭാര്യമാരിൽ നിന്ന് സേവകനിലേക്ക് എത്തിയതാണ്. ഒരാൾ എന്താണെന്ന് വിളിച്ചു പറയേണ്ടത് ഇവരാണ്. അവരുടെ രഹസ്യങ്ങളെ, അവരുമായി ബന്ധപ്പെടുന്ന ഏറ്റവും സ്വകാര്യ സന്ദർഭങ്ങളെ, അവരുടെ വീട്ടിൻ്റെ ഉള്ളിലെ വ്യക്തിപരമായ ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ടത് ഇവരാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കതാണ്, ഇല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇല്ല. ഒരിക്കൽ ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിട്ട് ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, ഫർസലനി യൗമൻ ലി ഹാജത്തിൻ, ഒരാവശ്യത്തിന് നബി എന്നെ പറഞ്ഞു വിട്ടു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, വല്ലാഹി ലാ അദ്ഹബ്, അള്ളാഹുവിനെ സത്യം നബിയെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ സത്യം ഞാൻ പോകൂല. നിങ്ങൾ ആലോചിക്കണേ, 10 വയസ്സിൽ കൂടെ കൂടിയ ഒരാൾ, ആ വർഷത്തിനിടയ്ക്കുള്ള സംഭവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 20 വയസ്സാണ് അനസിൻ്റെ പ്രായം റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഞാൻ റസൂൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പോകൂല എന്ന് പറഞ്ഞു. പക്ഷേ നിബിതങ്ങളല്ലേ പറഞ്ഞത്, പോകാതിരിക്കാൻ പറ്റൂലല്ലോ. നിബിതങ്ങളോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഫഖറജുതു, ഞാൻ പോയി. അങ്ങനെ ഞാൻ പോയി. ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. ഫഖറജതു ഹത്താ അമുറ അലാ സുബിയാനിൻ വഹും യൽഅബൂന ഫിസ്സൂഖ്, അങ്ങാടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ അടുത്തുകൂടി ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ പെരടിയിൽ ആരോ വന്ന് പിടിച്ചു. അത് ഖബല ബി ഖഫായ മിൻ വറായി, പുറകിൽ നിന്ന് എൻ്റെ പെരടിയിലേക്ക് ആരോ വന്ന് പിടിച്ചു. ഞാൻ നോക്കുമ്പോൾ അതെൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പ്രവാചകൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, യാ ഉനൈസ്, യാ ഉനൈസ്. ഉനൈസ് എന്ന് പറഞ്ഞാൽ അനസ് എന്നതിൻ്റെ ചുരുക്കപ്രയോഗമാണത്. കുഞ്ഞനസെ എന്ന് ചോദിക്കാൻ. അനസ് എന്നതിൻ്റെ, ഇപ്പം അഹ്മദ് എന്നതിൻ്റെ ചുരുക്കമാണെന്ത്? കുഞ്ഞഹമ്മദ്. കുഞ്ഞഹമ്മദ് എന്ന പേരില്ലേ ഇല്ലേ? കുഞ്ഞഹമ്മദ് എന്ന് അറബി പറയാം ഉഹൈമിദ് എന്നാണ്. കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞാൽ ഉഹൈമിദ്, അഹ്മദ് എന്ന് പറഞ്ഞാൽ അഹ്മദ് തന്നെ എന്ന് പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓമനത്വത്തോടു കൂടി വിളിക്കുകയാണ് അനസിനെ, യാ ഉനൈസ് അദഹബത ഹൈതു അമർതുക്, ഞാൻ നിന്നോട് പറഞ്ഞെടുത്തേക്ക് ഇജ്ജ് പുറപ്പെട്ടല്ലേ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു അതേ നബിയെ. അന അദ്ഹബ് യാ റസൂലല്ലാഹ്, ഞാൻ പോന്നു നബിയെ. നിങ്ങളോട് അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഞാനങ്ങ് പോന്നു നബിയെ എന്ന് അനസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു എന്ന് അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ നമ്മളെ കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുക? ഏയ്, നിങ്ങൾ വാത്സല്യനിധിയായി വളർത്തിക്കൊണ്ടിരിക്കണം നിങ്ങളെ മക്കൾ. കുട്ടികൾ പറയാണ്, ബാപ്പ പറഞ്ഞാൽ അവിടെ നിന്ന് പോകാന്ന് പറയും, പോകില്ല എന്ന് പറയുന്നത് എന്താ ചെയ്യുക? എന്താ പറയുക? പറഞ്ഞൂടെ, എന്താ പെട്ടെന്ന് പറയും, സമയമില്ലേ? എന്താ ചെയ്യുക? കൊടുക്കരുത് എമ്പല്ലേ, കുരിപ്പേ അല്ലേ? നമ്മളെ സ്വഭാവം അങ്ങനെയാണ്. അവിടെയാണ് മാനവരിൽ മഹോന്നതനെ കാണേണ്ടത്. അവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണേണ്ടത്. എന്നെ ഒരു വാക്കുകൊണ്ട് പോലും ചീത്ത വിളിക്കാതെ, എന്നോടൊരു കാര്യം പോലും ശകാരിക്കാതെ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രവാചകനെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി നമ്മൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുസമൂഹത്തോട് എങ്ങനെയായിരുന്നു? പൊതുസമൂഹത്തിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ? ആ പ്രവാചകനെ കുറിച്ച് അബ്ദുല്ലാഹിൽ ജദലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം. ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു, അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചു. പ്രവാചകന്റെ ആ ഇടപെടൽ, പ്രവാചകന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലം യകുൻ ഫാഹിഷൻ, നബി ഒരു മ്ലേച്ഛനായിരുന്നില്ല. ഫുഹ്ഷ്, മ്ലേച്ഛം പറയുന്ന ആള്, സ്വമേധയാ ഒരു മ്ലേച്ഛനല്ല. വല മുത്തഫഹിഷൻ, വേറൊരാളെയും മാലിന്യപ്പെടുത്തി മ്ലേച്ഛപ്പെടുത്തി പറയുന്ന ആളുമല്ല. അതുപോലെ അങ്ങാടിയിൽ കിടന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ആളുമല്ല.
എന്തെങ്കിലും ഒരു തിന്മ ഇങ്ങോട്ട് വന്നാൽ അതേ തിന്മക്ക് അങ്ങനെ തന്നെ മറുപടി കൊടുക്കുന്ന ആളുമല്ല. പിന്നെ അവിടുത്തെ പ്രത്യേകത വലാകിൻ യഅഫു വയസ്ഫഹ്, അവിടുന്ന് മാപ്പ് കൊടുക്കുകയും വിശാലമാക്കി കൊടുക്കുകയും ചെയ്തിരുന്ന ആളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ വാക്ക് നോക്കിക്കോളി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ ആക്ഷേപിച്ചതായി നബിതങ്ങളെ നിരന്തരമായി പരിഹസിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, നബിതങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട്, അങ്ങനെ പ്രവാചകനെയും അവിടുത്തെ കുടുംബത്തെയും ഏറ്റവും ശക്തമായി ശകാരിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകളോട് പോലും പുഞ്ചിരിയല്ലാതെ അതേ നാണയത്തിൽ തിരിച്ചു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെയാണ് പ്രവാചകനെ തിരിച്ചറിയേണ്ടത്. അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചേർന്ന് നിൽക്കാൻ എന്തുകൊണ്ട് കഴിയുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയുന്നൊരു സംഗതി അതാണ്. ഇന്ന് നബിദിനത്തിൻ്റെ സ്നേഹവും ആഴക്കടലുമൊക്കെ പറയുന്ന കാലമാണല്ലോ. അവിടെയാണ് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ സ്വഹാബിവര്യന്മാരിലെ വളരെ കുറഞ്ഞൊരാൾ എന്ന് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബറിൻ്റെ അത്രയും മഹത്വമൊന്നും പറയാനില്ലല്ലോ സവാദ് റളിയല്ലാഹു അൻഹുവിന്. ആ സവാദ് റളിയല്ലാഹു അൻഹു ആണ് ബദർ യുദ്ധത്തിൻ്റെ ആ യുദ്ധ സന്ദർഭത്തിലാണ് സവാദ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾ ലൈനായിട്ട് നിൽക്കുന്ന സഫിൽ നിന്ന് ഒരൽപ്പം മുന്നോട്ട് കയറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വടിക്കഷ്ണം, അതേ ഒരു അമ്പിൻ കുറ്റിയാണത്, അതുകൊണ്ട് സവാദ് റളിയല്ലാഹുവിൻ്റെ വയറ്റിൽ ഒന്ന് തട്ടിയിട്ട് നേരെ നിൽക്കൂ സവാദ് എന്ന് പറഞ്ഞു. നബിതങ്ങൾ അവിടുന്ന് നടന്നൽപ്പങ്ങോട്ട് വന്നപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആ സമയത്താണ് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിങ്ങൾ എൻ്റെ വയറ്റിൽ കുത്തിയില്ലേ, എനിക്ക് വേദന വല്ലാത്ത വേദനിക്കുന്നുണ്ട് നബിയെ. അള്ളാൻ്റെ റസൂൽ അമ്പരന്ന് പോയി. ഇത്രയും വേദനിച്ചോ സവാദിന്? ഇത്രയും പ്രയാസം വന്നോ സവാദിന്? അതേ നബിയെ, അങ്ങ് എൻ്റെ വയറ്റിൽ കുത്തിയല്ലോ. മൊയ്ൻകുട്ടി വൈദ്യുതി കാണാം. കത് താഹ ഉങ്കൽ എത്തി കൈത് ഹാലേ ഉണ്ട് കുത്തി കവായത്ത് കൈമശത്തിൽ ആകുമെങ്കിലുമേ ഉദരം വല്ലാവരുത്തം ഉളവായത് നിമിത്തം ഉളം ഞാനത് പൊരുത്തം ആക്കിടാ നബിയേ. അങ്ങൻ്റെ അടുത്ത് വന്ന നബിയെ, എന്നെ നിങ്ങൾ കുത്തി, എനിക്ക് വല്ലാതെ വേദനയുണ്ട്, അതുകൊണ്ട് നബിയെ എനിക്ക് അങ്ങയോട് പകരം ചോദിക്കണം, എനിക്കങ്ങയോട് പകരം വേണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദിൻ്റെ അടുത്തേക്ക് എത്തി. സഹാബികളെല്ലാവരും ബേജാറായി. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞൊരു വർത്തമാനം, സവാദ്, അങ്ങനെ നിനക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കമ്പ് പിടിച്ചോളൂ, എന്നെ കുത്തിക്കോളൂ. ഉടനെ സവാദ് പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്നെ കുത്തുമ്പോൾ എൻ്റെ വയറിൻ്റെ പുറത്ത് തുണി ഉണ്ടായിരുന്നില്ല, എന്ന് പറഞ്ഞാൽ എൻ്റെ തുണി കൊണ്ട് മറച്ചിരുന്നില്ല, നഗ്ന വയറിലാണ് നിങ്ങൾ കുത്തിയത്, അതുകൊണ്ട് നിങ്ങളുടെ ഈ കുപ്പായം ഒന്ന് ഉയർത്തിയേ പറ്റൂ നബിയേ. സുബ്ഹാനല്ലാഹ്. എല്ലാവരും സ്തബ്ധരായി നിൽക്കുന്ന ഘട്ടമാണ്. ഒരു കൊച്ചുകുട്ടി അനുസരിക്കുന്നത് പോലെയാണ് ലോകത്തിൻ്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കുപ്പായം മുകളിലേക്ക് ഉയർത്തിക്കൊടുത്തു. സവാദ് വടിയുമായ റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് വന്നു. എല്ലാവരും സങ്കടത്തോടെ നിൽക്കുകയാണ്. എന്തായാലും സവാദ് റസൂലുള്ളാഹിനെ കുത്തുമോ എന്ന ബേജാറിലായിരുന്നു. റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തിയതോടെ വടിയങ്ങ് കളഞ്ഞ് ആ പൂമേനിയിലേക്ക് തൻ്റെ മുഖം അമർത്തി കെട്ടിപ്പിടിച്ച് ചുംബിച്ചു സവാദ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സവാദ്, എന്താണ് ഇപ്പം ഇങ്ങനെ? നബിയെ, ഈ യുദ്ധത്തിലെങ്ങാനും ഞാൻ മരിച്ചുപോയാൽ, ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദായാൽ, ഞാൻ അവസാനമായി എൻ്റെ ശരീരം ചേർന്നത് അത് നിങ്ങളുടെ ശരീരമാവണമെന്ന് ആഗ്രഹിച്ചു പോയി നബിയെ. എന്നോട് മാപ്പാക്കണം, എന്നോട് പൊറുക്കണം നബിയെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സവാദ് റളിയല്ലാഹു അൻഹു, ഇല്ല,
കാന റസൂലുള്ളാഹി ഫാഹിഷൻ വലാ മുതഫാഹിഷൻ. അള്ളാഹിൻ്റെ റസൂൽ ആക്ഷേപിക്കുന്നവനോ അവിടുന്ന് സ്വയം ആക്ഷേപിക്കുന്ന ആളൊന്നും ആയിരുന്നില്ലായിരുന്നല്ലോ. വലാകിൻ യഅഫു വയസ്ഫഹ്, അവിടുന്ന് വിട്ടുകൊടുക്കുകയും അവിടുന്ന് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടുകൊടുത്തു പ്രവാചകൻ സവാദ് റളിയല്ലാഹു അൻഹുവിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഹബീബിൻ്റെ മഹോന്നതമായ സ്വഭാവ വിശേഷണത്തിൻ്റെ അടുത്തെത്താൻ നമുക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതേ പ്രവാചകൻ ഒരു യാത്രക്ക് പോവുകയാണ്. പോകാനായി തൻ്റെ ഒട്ടകപ്പുറത്തിരിക്കുന്നു അള്ളാഹിൻ്റെ റസൂൽ. പിന്നിൽ നിന്ന് ഒരാൾ പ്രവാചകൻ്റെ അവിടുത്തെ മേൽത്തട്ടം പിടിച്ചു വലിച്ച കഥ നിങ്ങൾക്കറിയാമല്ലോ. ആ മേൽത്തട്ടം പിടിച്ചു വലിച്ചതിൻ്റെ അടയാളം പ്രവാചകൻ്റെ കഴുത്തിൽ ചോരപ്പാടുകൾ വീഴ്ത്തി. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി, ആരാ അത് ചെയ്തത്? അപ്പോൾ ഒരു അറാബിയായ മനുഷ്യനാണ്. അതേ ചോദിക്കുന്നത്, മുഹമ്മദേ, അള്ളാഹ് നിങ്ങളെ ഏൽപ്പിച്ച ധനത്തിൽ നിന്ന് എന്തെങ്കിലും തന്നാളി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സഹായം തരണേ എന്ന് പറയാൻ വന്നയാളാണ്. നിങ്ങളുടെ വീട്ടിൽ സഹായം ചോദിച്ചു വന്നയാൾ 3 പ്രാവശ്യം കോളിൻ ബെല്ല് അമർത്തി അടിച്ചാലോ? നിങ്ങളടിക്കണ്ട. 3 പ്രാവശ്യം കോളിൻ ബെല്ല് നീട്ടി അടിച്ച എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും നിങ്ങളെ പ്രതികരണം? അവിടെയാണ് എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചു വന്നയാൾ പ്രവാചകൻ്റെ കഴുത്തിൽ കിടന്ന ആ മേൽത്തട്ടം പിടിച്ചു വലിച്ച് ആ കഴുത്തിൽ ചോരപ്പാടുണ്ടാക്കിയപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, എന്താ വേണ്ടത്? ഇത് വേണം. അപ്പോൾ റസൂൽ പറഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന പ്രവാചകനെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ചേർന്ന് നിൽക്കാതിരിക്കാൻ പറ്റുക? എന്ത് ചോദിച്ചാലും അതൊക്കെ കൊടുക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും മാപ്പ് ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും വിശാലത കാണിച്ചു കൊടുക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും വർത്തമാനം പറഞ്ഞതല്ല. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ് ഏറ്റവും നല്ലത്. മക്കളെ, ദുനിയാവിലെ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളിലും കുറ്റം പറയുകയും പ്രയാസപ്പെടുകയും ചെയ്യരുത് എന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത കാണാം. ഞാനിപ്പോഴും ഓർക്കുന്നു, പ്രവാചക ജീവിതത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ സന്ദർഭങ്ങൾ നമുക്കറിയാം, ധാരാളമുണ്ട്. ഞാൻ അതിൽ ഒരെണ്ണം പെട്ടെന്നൊന്ന് പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോളാണ് ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിവിക്ക് ആരോ കുറച്ച് മാവ് കൊടുത്തു. ആ മാവ് കിട്ടിയപ്പോൾ ഫാത്തിമ ബിവിക്ക് നല്ല സന്തോഷമായി. പെട്ടെന്ന് അതൊന്ന് കുഴച്ച് പാകമാക്കി മയമുള്ള 1-2 പത്തിരി ഉണ്ടാക്കി. ആ പത്തിരിയുമായി നേരെ ഓടിയത് ഉപ്പാൻ്റെ അടുത്തേക്കാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്കാണ് ഫാത്തിമ ബിവി ഓടുന്നത്. കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുപ്പാ, ഇത് തിന്നോളി. ആ മിനുസമുള്ള മയമുള്ള പത്തിരി അതിങ്ങനെ മുറിച്ച് വായിലേക്ക് വെച്ച് ചവച്ചിട്ട് ലോകത്തിൻ്റെ നായകൻ പറഞ്ഞൊരു വർത്താനുണ്ട്, മോളെ, ഉപ്പ 3 ദിവസമായി ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ട്, 3 ദിവസമായി ഇങ്ങനെ ഒരു മയമുള്ള പത്തിരി കഴിച്ചിട്ടെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത്? കിരീടം വെക്കാത്ത രാജാവിൻ്റെ വർത്തമാനമാണ്. മദീനയിലെ 1000-10,000 ലക്ഷക്കണക്കിന് വരുന്ന നേതാക്കന്മാരുടെ അവരുടെ നേതാവാണ് അള്ളാഹിൻ്റെ ഹബീബ്. ഈ പൊന്നുമോള് ഒരിക്കൽ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ്, ഇത്തരം സന്ദർഭങ്ങളിലൂടെ പോകാൻ നമുക്ക് കഴിയില്ല. ഒരു അടിച്ചുപൊളി പ്രസംഗം നടത്തി പോകാനായിരുന്നു നിറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ പോയേനെ. പക്ഷെ ഇങ്ങനെ പോകാൻ കഴിയില്ല. നബി തങ്ങളുടെ അടുത്തേക്ക് രാവിലെ ഫാത്തിമ ബീവി വരുന്നൊരു സന്ദർഭമുണ്ട്. രാവിലെ വന്ന് ഉപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പ, എൻ്റെ കൈയുണ്ടപ്പ, ആസുകല്ല് പിടിച്ചും വെള്ളം കോരിയും എൻ്റെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഉപ്പ. അതുകൊണ്ടേ നിങ്ങൾ എനിക്കൊരു ഖാദിമിനെ അയച്ചു തരുമോ? ബൈത്തുൽമാലിലേക്ക് വന്ന ധാരാളം ആളുകളിൽ ഒരാളെ എനിക്ക് പറഞ്ഞയച്ചു തരുമോ ഉപ്പ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, വീട്ടിൽ പോയിക്ക് ഉപ്പ അങ്ങോട്ട് വരാം. അന്നത്തെ രാത്രി ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല എന്നാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു
സിഫീൻ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഈ വാക്കുകൾ ഓർത്തു വെച്ചു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുത്തത് റസൂലുള്ളാഹിൻ്റെ വളർത്തുപുത്രനായ, എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സ് മുതൽ നബി തങ്ങളോടൊപ്പം വളർന്ന നബി തങ്ങളുടെ സഹോദരനായ അലി ബിൻ അബി ത്വാലിബിനാണ് ഫാത്തിമ ബിബി കെട്ടിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നബി തങ്ങൾ വന്നു, ആ വീട്ടിൽ ഫാത്തിമയും അലിയും രണ്ടുപേരും കിടക്കുന്നുണ്ട്. അള്ളാൻ്റെ റസൂൽ അങ്ങോട്ട് കയറി വന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വന്നു, അവിടെ ഇരുന്നു രണ്ടുപേരുടെയും ഇടയിൽ. അലി റളിയല്ലാഹു പറയാണ്, നബി തങ്ങളുടെ കാലിൻ്റെ തണുപ്പ് എൻ്റെ കാലിൽ, എൻ്റെ തുടയിൽ അവിടുത്തെ കാൽപാദം സ്പർശിച്ചതിൻ്റെ തണുപ്പ് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. അവിടെ ഇരുന്ന് തൻ്റെ മകളുടെ കയ്യിലേക്ക് നോക്കി തൻ്റെ മകളുടെ സങ്കടവും കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? മോളെ ഉപ്പയോട് രാവിലെ മോള് വന്നൊരു കാര്യം പറഞ്ഞല്ലോ, നീ താമസിക്കുന്നിടത്ത് പ്രയാസമാണ്, നിനക്ക് ആസുകല്ല് പിടിച്ചും വെള്ളം കോരിയും ഒക്കെ കൈ പൊട്ടി, അതുകൊണ്ട് ഖാദിമിനെ തരാൻ ചോദിച്ചില്ലേ മോളെ? എന്നാൽ ഉപ്പ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. രാത്രി കിടക്കാൻ നേരത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഉറങ്ങിക്കോ. ഉപ്പയോട് രാവിലെ ചോദിച്ചതിനേക്കാളും ഖൈർ പൊന്നുമോളെ അതാണ് എന്ന് പറഞ്ഞിട്ടിറങ്ങിപ്പോകുന്ന ഉപ്പയെ നിറക്കണ്ണുകളോടെ ഫാത്തിമ ബിവി നോക്കിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ഇത് കേട്ടാൽ ഞാനും നിങ്ങളുമൊക്കെ ചോദിക്കുക, ആ കെട്ടിച്ചു കൊടുത്ത ഭർത്താവിനോടല്ലേ, കെട്ടിയവനോടല്ലേ പറയാ, എൻ്റെ മോളെ കെട്ടിച്ചെന്നിട്ട് കഷ്ടപ്പെടുത്താനോടോ എന്ന്. ഒരു നോട്ടം കൊണ്ട് പോലും അലി ഇബ്നു അബി ത്വാലിബിനെ പ്രയാസപ്പെടുത്തിയില്ല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മകൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ ഒരു ഉപ്പയുടെ കണ്ണ് നിറയും. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ ആക്ഷേപിച്ചില്ല അലി ഇബ്നു അബി ത്വാലിബിനെ. അള്ളാഹുവിൻ്റെ റസൂൽ പരിഹസിച്ചില്ല അലി ഇബ്നു അബി ത്വാലിബിനെ. മകൾക്ക് റബ്ബിൻ്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ട് ദുനിയാവിൻ്റെ ഏത് പ്രയാസങ്ങളെയും ജീവിതത്തിലേക്ക് അള്ളാഹു തരുന്ന പരീക്ഷണമായി കരുതി മോളെ വിട്ടുവീഴ്ചക്കും എല്ലാത്തിനും മാപ്പ് കൊടുക്കാനും വിശാലത ചെയ്യാനും കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഉപ്പ നടന്നിറങ്ങിപ്പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരാളെ കാണാൻ കിട്ടുമോ നമുക്ക്? ഇത് മനുഷ്യകുലത്തിൻ്റെ നേതാവല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഇതുകൊണ്ടാണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ എന്ന് ശ്രീനാരായണ ഗുരുവിന് ചോദിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഈ സുന്ദരമായ ജീവിതത്തിൻ്റെ അനർഘ നിമിഷങ്ങളെക്കുറിച്ച് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുമത്. അതങ്ങനെ പറഞ്ഞു പോയതാണ് അദ്ദേഹം. പക്ഷെ നമുക്കത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം മുഅ്മിനീങ്ങളായതുകൊണ്ട് നമുക്കങ്ങനത് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ മാനവകുലത്തിലെ മഹോന്നതൻ, മാനവകുലത്തിൻ്റെ ഗുരുവര്യർ, മാനവകുലത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയോഗ്യൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. സ്വന്തം വീട്ടിലും സ്വന്തം സേവകന്മാരോടും പ്രവാചകൻ്റെ കുടുംബത്തോടും അവിടുത്തെ മക്കളോടുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ആർദ്രതയോടെ പെരുമാറുന്നു. പക്ഷെ അവിടെ ഈ നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട്, ഈ കാലഘട്ടത്തിൻ്റെ മാറിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു പോയിന്റ് കൂടി അവിടേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരെയും അംഗീകരിച്ചും ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്ന് പ്രവാചക ജീവിതത്തിൽ നിന്ന് ഞാനൊരു 2 സംഭവങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോഴാണ് പ്രവാചകൻ്റെ പേരക്കുട്ടികൾ, നബിതങ്ങളും പേരക്കുട്ടികളും എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ പറയേണ്ടതുണ്ട്, അത്ര കണ്ടുണ്ട്. നബിതങ്ങളും പേരക്കുട്ടികളും അവിടുത്തെ മകൾ ഫാത്തിമയുടെ മക്കളോടും സൈനബിൻ്റെ മക്കളോടും ഒക്കെ നബിതങ്ങൾ പെരുമാറിയതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അത്ഭുതം തോന്നും നമുക്ക്, അല്ലേ? നമ്മൾ ഭർത്താവ് വാപ്പ എന്നൊക്കെ പറഞ്ഞ
ആ സ്ഥാനം അങ്ങോട്ട് കിട്ടിയതോടുകൂടി നമുക്കില്ലാത്ത പവറും അഹങ്കാരവും ഇല്ല. അവിടെയാണ് റസൂലുള്ളാഹിനെ കാണേണ്ടത്. ഞാൻ അങ്ങോട്ട് വരും പെട്ടെന്ന്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരാൻ തൻ്റെ പേരക്കുട്ടി അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഈത്തപ്പഴം എടുത്ത് വായിലിട്ടു. ഇട്ടു പോകും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പലപ്പോഴും അടുപ്പിൽ തീ പുകയാത്ത ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ലോകത്തിൻ്റെ നായകൻ്റെ വീട് അത്ഭുതകരമാണ്. അത്ഭുതകരമാണ് ആ വീടിൻ്റെ അവസ്ഥ. അപ്പോഴവിടുത്തെ ചെറിയ കുട്ടികൾക്ക് വിശപ്പുണ്ടാകും. മുന്നിൽ കണ്ട കൂട്ടിയിട്ടിരിക്കുന്ന ഈത്തപ്പഴങ്ങൾ കണ്ടപ്പോൾ വായിൽ വെള്ളമൂറിയ ചെറിയ കുട്ടി ഓടിപ്പോയി അതിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് വായിലിട്ടു. ഇത് കണ്ടുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കരുണയുടെയും കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും ഒക്കെ മകുടോദാഹരണമായ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടുന്നു അവിടുന്ന് തൻ്റെ പേരക്കുട്ടിയുടെ അടുത്തേക്ക്. അവിടെ എത്തുമ്പോൾ കഹ് കഹ് റസൂലുള്ള പറയുന്നുണ്ട്, തുപ്പ് മോനെ, തുപ്പടാതെ നിലത്തോട്ട്. ഇല്ല, ആ കുട്ടി തുപ്പാൻ കൂട്ടാക്കണില്ല. കാരണം കിട്ടിയൊരു ഭക്ഷണമാണ്. പക്ഷെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയുടെ കയ്യിൽ വായിലേക്ക് അവിടുത്തെ വിരലിട്ട് ആ ഈത്തപ്പഴം പുറത്തേക്ക് തട്ടിയിട്ടു. എന്നിട്ട് പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇത് സ്വതക്കയാണ്, സക്കാത്താണ്. മുഹമ്മദിൻ്റെ കുടുംബത്തിന് അനുവദനീയമല്ല. ഹറാമായൊരു മുതലും എൻ്റെ കുടുംബത്തിലേക്ക് വന്നു ചേരരുത്. ഹറാമായൊരു മുതലും എൻ്റെ കുടുംബം ഭക്ഷിക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ചെറിയ കുട്ടിക്ക് ഇത്രയും കണിശമായ നിർദ്ദേശം. നേരത്തെ ഞാൻ പറഞ്ഞ വാത്സല്യവും സ്നേഹവും ആർദ്രതയും എല്ലാം ഉള്ളപ്പോൾ തന്നെയും അള്ളാഹുവിൻ്റെ ദീന് അത് മുറുകെ പിടിക്കുന്ന ശക്തനായ ഒരാദർശ പോരാളിയെയും നമുക്ക് കാണാം. നമ്മളൊക്കെ ഒരു സ്ഥലത്ത് ഓക്കെ ആണെങ്കിൽ മറ്റു സ്ഥലത്ത് വീക്കായിരിക്കും, അവിടെ ഓക്കെ ആണെങ്കിൽ ഇവിടെ വീക്കായിരിക്കും. പക്ഷെ രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നബിതങ്ങൾ തന്നെ പറഞ്ഞ ആയിഷ ബീവിയും ഹഫ്സ ബീവിയും ഒക്കെ പറഞ്ഞൊരു വർത്താനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു. അവിടെ കിടന്ന ഒരു ഈത്തപ്പഴമെടുത്ത് തിന്നാനുള്ള ആർത്തി, തിന്നാനുള്ള ആഗ്രഹം, ആ ഈത്തപ്പഴം വായിലേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പോൾ ഞാൻ പേടിച്ചു. വായിലേക്ക് കൊണ്ടുപോയത് താഴെ വെച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞതാണ്, അത് വായിലേക്ക് വെക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് പേടി വന്നു. അതെങ്ങാനും സക്കാത്തിൻ്റെ മുതലായി വന്ന ഈത്തപ്പഴത്തിൽ നിന്ന് തെറിച്ചു വീണതോ ഇവിടെ കിട്ടിയതോ ആയിരിക്കുമോ എന്ന പേടി ഞാനത് തിരിച്ചു വെച്ചു. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഒരേ സമയം രണ്ട് ധ്രുവങ്ങളിലും ശക്തനായി നിന്ന് സമൂഹത്തിന് മാർഗദർശനം നൽകാൻ, സമൂഹത്തിന് ഏറ്റവും നല്ല മാതൃകയായി നിലനിൽക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കല്ലേ സാധിച്ചത്? ആ പ്രവാചകനോളം അതിന് പറ്റിയൊരാളുണ്ടാകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളെയും ഇതുപോലെ വായിക്കണം നമ്മൾ. ഇതുപോലെ പ്രവാചക ജീവിതത്തെ വായിച്ചാൽ ഉറപ്പ് ഈ പ്രവാചകനെയാണ് നേരത്തെ പറഞ്ഞ പോലെ നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് അബൂ ദുജാന പറഞ്ഞ വർത്തമാനം അതായിരുന്നു എന്നാണ്. ഉഹദിൻ്റെ രണാങ്കണത്തിൽ പ്രവാചകനെ ലക്ഷ്യം വെച്ച് ആഞ്ഞു വന്ന മുഴുവൻ അമ്പുകളും സ്വന്തം ശരീരത്തെ കാണിച്ചു കൊടുത്ത് നെഞ്ചിലും പുറത്തും കൈകളിലുമെല്ലാം അമ്പുകൾ തുരുതുരാ തറച്ചു കയറിപ്പോൾ അബൂ ദുജാന പറഞ്ഞൊരു വർത്താനതാണ്, നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, എൻ്റെ നെഞ്ചിൽ കൊള്ളട്ടെ നബിയെ, നിങ്ങളെ നെഞ്ചിൽ അത് കൊള്ളരുത്. അള്ളാഹിൻ്റെ റസൂലിന് അത്രയും ബന്ധപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടടയാളപ്പെടുത്തിയ പ്രവാചകനാണ്. പ്രവാചകന്റെ മുന്നിലാണ് അബൂ ദുജാന ശരശയിൽ വീഴുന്നത്. അദ്ദേഹം വീണപ്പോൾ അമ്പുകൾ നീണ്ടു നിൽക്കുന്നതിനാൽ അദ്ദേഹം ഭൂമിയിൽ തട്ടി നിന്നില്ല എന്നാണ്, അമ്പുകളിന്മേൽ കിടന്നു. ചില ചരിത്രകാരന്മാർ എഴുതിയത് അദ്ദേഹത്തിൻ്റെ ശരീരം മുള്ളൻ പന്നിയെ പോലെയായിരുന്നു എന്നാണ്. നിറച്ചു മുള്ളു തകർന്നു കയറിയ ഒരു ശരീരമായി മഹാനായ അബൂ ദുജാന വീണ് കിടക്കുന്നത് റസൂലുള്ളാഹിന്റെ മുന്നിലാണ്. എന്തേ ആ പ്രവാചകനെ അവർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നത്? ഈ മഹാഗുണങ്ങളുടെ മേളനമായ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ചാണ്. അവിടെയാണ് എൻ്റെ ഉമ്മമാരെ, കഴിയുമെങ്കിൽ നിങ്ങൾക്കാകാൻ ശ്രമിക്കേണ്ടത് ഉമ്മു ഇമാറയാണ്. ഉമ്മു ഇമാറ എന്ന് പറയപ്പെടുന്ന സ്ത്രീയെപ്പോലെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഉഹദ് യുദ്ധത്തിലേക്ക് നബിതങ്ങളോടൊപ്പം യുദ്ധം കാണാൻ വന്നതാണ്
ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. പക്ഷെ യുദ്ധം ഉദ്ദേശിച്ച പോലെ അല്ലാതെ ചിതറിത്തെറിക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വന്ന മുസ്അബ് ബിൻ ഉമൈർ, അബൂ ദുജാന, അങ്ങനെ ചുരുങ്ങിയ ആളുകളെ ഉള്ളൂ, ബാക്കി എല്ലാവരും ഓടി, 4 ഭാഗത്തേക്കും പിരിഞ്ഞു. ശത്രുക്കൾ വന്ന് ശക്തമായ പോരാട്ടം നടന്നു. മുസ്അബ് ബിൻ ഉമൈർ മരിച്ചു വീണു. അബൂ ദുജാന ശരശയ്യയിലായി. പിന്നെ ഉള്ളത് ഞാനാണ്. ഉമ്മു അമ്മാറയുടെ വർത്തമാനം, അവരെപ്പോഴാ വർത്തമാനം പറഞ്ഞെന്നറിയോ? പിൽക്കാലത്ത് സ്ത്രീകളോട് ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ തൻ്റെ കുപ്പായത്തിൻ്റെ കുടുക്കഴിച്ച് തൻ്റെ തൊണ്ടക്കുഴി കാണിച്ചു കൊടുത്തു. ദാ ഈ കാണുന്ന വലിയ മുറിവെന്താ നിങ്ങൾക്കറിയോ? ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെയാണ് അള്ളാൻ്റെ റസൂലിൻ്റെ മുന്നിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു പെണ്ണല്ലേ, യുദ്ധത്തിന് വന്നതല്ല, എന്തു ചെയ്യും? പക്ഷെ റസൂലുള്ളാഹിനെ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല ഞാൻ. മഹദി അവറുകൾ ഒരു വാളുമെടുത്ത് കയ്യിലേക്ക് തൻ്റെ മുന്നിലേക്ക് റസൂലുള്ളാഹിനെ ലക്ഷ്യം വെച്ച് ആഞ്ഞു വരുന്ന ഒരു കുതിരപ്പടയാളിയുടെ മുന്നിലേക്ക് നബി തങ്ങളുടെ മുന്നിൽ വാളും പിടിച്ചു ഞാൻ നിന്നു. അവൻ വെട്ടുന്നെങ്കിൽ എല്ലാ വെട്ടും എൻ്റെ ശരീരത്ത് കൊണ്ട് വീഴട്ടെ. അങ്ങനെ ഞാൻ അവനോട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കുതിരയുടെ മുകളിൽ നിന്നുകൊണ്ട് നീളമുള്ള വാൾ അയാൾ ചുഴറ്റി കുത്തിയത് എൻ്റെ കഴുത്തിലേക്കായിരുന്നു. ഈ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് വാൾ ഇറങ്ങിപ്പോയി, രക്തം ചീറ്റി, ബോധരഹിതയായി ഞാൻ വീണുപോയി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പിൽക്കാലത്ത് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ഏ സ്വഹാബികളെ, ഏ ആളുകളെ, നിങ്ങൾക്ക് ഉമ്മു അമ്മാറയായിക്കൂടായിരുന്നോ? നിങ്ങൾക്കൊരു ഉമ്മു അമ്മാറയെങ്കിലും ആകാമായിരുന്നോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പഠിക്കണം റസൂലുള്ളാഹിനെ. അള്ളാൻ്റെ റസൂലിനെ പഠിക്കും തോറും പ്രവാചകനോട് ഇഷ്ടമങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നബിതങ്ങളെ പഠിക്കും തോറും പ്രവാചകനോട് കൂടുതൽ നമ്മൾ അടുത്തുകൊണ്ടിരിക്കും. ആ അടുപ്പം നമ്മളെ എത്തിക്കുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ, അവിടുന്ന് ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന സുന്നത്തുകളെ കൃത്യമായി കൊണ്ടുപോകാനുള്ള നല്ല ഒരു രൂപം നമുക്കുണ്ടാക്കി തരും. അത് ഇന്ന് കാണുന്നത് പോലെ ഓട്ടിച്ചാട്ടമല്ല, ഇന്ന് കാണുന്നത് പോലെ ചാട്ട്പുട്ടടിക്കലല്ല. അള്ളാൻ്റെ റസൂലിനോട് ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുന്ന മിലാദാഘോഷത്തിൻ്റെ തരികിട നമ്പറുകളല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കാണിച്ചു തന്ന സ്വഹാബികളിൽ ഒരാളും പ്രവാചക ചര്യയെ വിട്ട് ജീവിതത്തിൽ ഒരു വർത്തമാനം പോലും ചെയ്തിട്ടില്ല. തൻ്റെ കയ്യിൽ കിടന്ന സ്വർണ്ണമോതിരം, ആ സ്വർണ്ണമോതിരം അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയും ആ സ്വർണ്ണമോതിരം അവിടുത്തെ കൈകൊണ്ട് ഇങ്ങനെ ഊരിയെടുത്തു, എന്നിട്ട് എറിഞ്ഞു കളഞ്ഞു. പ്രവാചകന്റെ സദസ്സ് വിരിഞ്ഞു പോകുന്ന സമയത്ത് ആളുകൾ പറഞ്ഞു, ആ സ്വർണ്ണമോതിരം എടുത്തോളൂ. കാരണം റസൂൽ പറഞ്ഞത് പുരുഷന്മാർക്ക് ഹറാമാണ് സ്വർണവും പട്ടും, നാളെ റബ്ബിൻ്റെ അടുത്ത് സ്വർഗത്തിൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്കത് എടുത്തുകൊണ്ട് പോകാം, സ്ത്രീകൾക്ക് കൊടുക്കാം, വിൽക്കാം, പൈസ ഉണ്ടാക്കാം, കൊടുത്തോളി, എടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബിയുടെ മറുപടി എന്തായിരുന്നറിഞ്ഞോ? അള്ളാൻ്റെ റസൂല് വെറുപ്പോടെ ഊരി എറിഞ്ഞൊരു സാധനം ഇനി എനിക്ക് വേണ്ട. ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയും, ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? അള്ളാൻ്റെ റസൂൽ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? പ്രവാചകന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തിന് നഷ്ടമായത് ഞാൻ ഈ പറഞ്ഞതല്ലേ? ഇത് നഷ്ടമായി. പകരം പിശാച് കൊണ്ടുവന്ന കുറേ ആഘോഷങ്ങൾ മുസ്ലിം സമുദായത്തിൽ വ്യാപിച്ചു. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം വല്ലാത്തൊരു ദുരന്തമുഖത്താണ് ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ദുരന്തമുഖത്താണുള്ളത്. എന്താണ് ആ ദുരന്തമുഖമെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സൂറത്ത് തൗബയുടെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണത്? ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംബാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർദൗനഹാ. 8 കാര്യങ്ങൾ എണ്ണി അള്ളാഹുവിൻ്റെ ഖുർആൻ. 5 എണ്ണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ മാനുഷിക ബന്ധം, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, 2 എണ്ണം അവൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, 1 അവൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ഈ 8 കാര്യങ്ങൾ ഒഴിവാക്കി വെക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. ഈ 8 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലതും അവൻ നഷ്ടപ്പെടുത്തിയത്. ഈ 8 കാര്യത്തിന് വേണ്ടിയാണ്
പലതും അവൻ ചെയ്തു കൂട്ടിയത് ഇവർക്ക് വേണ്ടിയാണ് ഉരുകിത്തീർന്നത്. പലപ്പോഴും പ്രവാസികൾ പറയാറുണ്ടല്ലോ, ഒരു ഖുബൂസ്, ഒരു പെപ്സി പോലും കുടിക്കാതെ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു. ഇപ്പം ഞാൻ വൃദ്ധനായി, ഇപ്പം ഞാൻ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാനെത്തി. എൻ്റെ ജീവിതത്തിലെ നിർബന്ധ ഘടകങ്ങൾ പോലും ഞാൻ മറന്നുപോയത് ഇവർക്ക് വേണ്ടിയായിരുന്നു എന്ന് വിലപിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഈ 8 കാര്യങ്ങളെ എണ്ണിയിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നൊരു വാചകമുണ്ട്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. എന്താ അല്ലാഹ് പറഞ്ഞത്? ഇതാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ അള്ളാന്റെ റസൂലിനേക്കാൾ, അള്ളാഹുവിനേക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ഇതൊക്കെയാണെങ്കിൽ ഫതറബ്ബസൂ, കാത്തിരുന്നോളൂ, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹു അവന്റെ കൽപ്പനയുമായി വരുന്നത് കാത്തിരുന്നോളൂ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ധിക്കാരികളായ ദുർനടപ്പുകാരായ ഒരു സമൂഹത്തെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. ഒരു വല്ലാത്ത വർത്തമാനമാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ ഈ ദുരന്തപൂർണമായ ഒരു പരിണിതിയെ ഭയപ്പെടേണ്ടതുണ്ട് നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂൽ ആരാണെന്ന് പോലും കൃത്യമായി അറിയാത്ത ആളുകൾ റസൂലുള്ളാഹിനെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പ്രകാശമായിരുന്നു നബിതങ്ങൾ, ഇപ്പോഴും വരും നബിതങ്ങൾ, എവിടെയും വരും നബിതങ്ങൾ, ആര് വിളിച്ചാലും വിളിപ്പുറത്ത് വരും നബിതങ്ങൾ, എല്ലാം കാണുന്നവനാണ് നബിതങ്ങൾ എന്നൊക്കെയുള്ള ആശയങ്ങൾ പറഞ്ഞു പരത്തി പ്രവാചകൻ ആരാണെന്ന് അടയാളപ്പെടുത്തി ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം പ്രവാചകനെക്കുറിച്ച് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞൊരു സമൂഹത്തെ പറ്റിച്ച് ആ സമൂഹത്തെ പ്രവാചകനിൽ നിന്ന് ബഹുദൂരം അകറ്റി അവസാനം ഒരു യാന്ത്രിക സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയണം, മനസ്സിലാക്കണമെന്ന സന്ദേശമാണ് ഞാൻ ഇവിടുന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് എനിക്ക് ഏറ്റവും പ്രിയം. എൻ്റെ വാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ സഹോദരങ്ങളല്ല, എൻ്റെ ഇണയല്ല, എൻ്റെ ബന്ധുമിത്രാദികളല്ല, എൻ്റെ ധനമല്ല, എൻ്റെ കച്ചവടമല്ല, എൻ്റെ വീടല്ല, എല്ലാത്തിലുമുപരി എനിക്കെൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളാണ്. ആ പ്രവാചകൻ ചെയ്തതേ ഞാൻ ചെയ്യൂ എന്ന് കൃത്യമായി നിങ്ങളെപ്പോൾ പറയാൻ കഴിയുന്നോ അപ്പോഴാണ് നിങ്ങൾ പ്രവാചകനെ അറിയുകയും ഇഷ്ടപ്പെടുകയും പ്രവാചകനെ പ്രവാചകനായി സ്വീകരിച്ചു എന്നും പറയാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം ഭാഗികമായോ ഒരു താൽക്കാലികമായോ ഒരു രേഖ പോലത്തെ ഒരു ബന്ധമോ മാത്രമേ ഉണ്ടാകൂ എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് ഉണർത്താനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ക്യാമ്പയിൻ വളരെ ഗൗരവമുള്ള ഒരു ക്യാമ്പയിനാണ്. വളരെ ഗൗരവമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ പരിചയപ്പെടുത്തുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിവരവും ഏറ്റവും വലിയ വർത്തമാനവുമെന്ന് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും ആ വഹ്ദാനിയത്താണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്. ആ വഹ്ദാനിയത്ത് ബോധ്യപ്പെടുത്താനാണ് മുഴുവൻ പ്രവാചകന്മാരും വന്നത്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത് പറയാതെ പോകാൻ നമുക്ക് സാധ്യമല്ല. എല്ലാ സന്ദർഭത്തിലും ഞാൻ പലപ്പോഴും ഖത്തീബുമാരോട് പറയാറുണ്ട്, ഒരു മാസത്തിൽ 4 വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ 3 വെള്ളിയാഴ്ച നിങ്ങൾ ഏത് വിഷയം പറഞ്ഞോളൂ, ഒരു ഖുത്ബ തൗഹീദുമായി ബന്ധപ്പെട്ടതാവണം. ഒരു ഖുത്ബ തൗഹീദിൻ്റെ വിവിധങ്ങളായ മേഖലകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതാവണം. കാരണം മനുഷ്യൻ ഏറ്റവും അധികം പെട്ടെന്ന് പിടിക്കുന്നത്, പിശാച് കൊണ്ടുപോകുന്നതും തൗഹീദിൽ നിന്നാണ്. തൗഹീദ് അടർത്തിയെടുക്കാനാണ് പിശാച് പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഉൾബോധനം ആ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, തിരുവനന്തപുരത്ത് മാത്രമല്ല എറണാകുളത്തും അതുപോലെ തന്നെ മലപ്പുറത്തുമെല്ലാം തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും സജീവമായി തൗഹീദ് പ്രഭാഷണങ്ങൾ നടക്കണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മുടെ അവസ്ഥ, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ പരിപാടി നടത്താൻ. പരിപാടി നടക്കൂല, ആളുണ്ടാവില്ല, ആര് വന്നിട്ട് നടത്താനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ആളുകൾ പിന്നിലേക്ക് മാറുകയാണ് ചെയ്യുക. പക്ഷെ അറിയേണ്ട ഒരു സംഗതിയുണ്ട്, ഒരു വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ചാലേ ദഅവത്താകൂ എന്ന് വിചാരിക്കുന്ന മണ്ട ശിരോമണികളാവേണ്ട നമ്മൾ.
മറിച്ച് ഒരു പ്രദേശത്തൊരു 10 വീടുണ്ടെങ്കിൽ ഒരു മുജാഹിദിൻ്റെ 1-2 വീടോ ഉള്ളൂ എങ്കിൽ നോക്കി വിചാരിക്കുക, ആ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ ബോക്സ് എടുത്തു വെച്ച് ഒരു മൗലവി വന്നിട്ട് അറിവുള്ള ആരെങ്കിലും ഒരാൾ വന്ന് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ പരിചയപ്പെടുത്താം. ഒരു അസർ മുതൽ മഗ്രിബിനിടക്കുള്ള സമയം ആ ചുറ്റുഭാഗത്തുള്ള 10 വീടുണ്ടെങ്കിൽ ആ 10 വീട്ടിലെ സ്ത്രീകൾ അത് കേൾക്കും. സ്ത്രീകളും മറ്റുള്ളവരും അത് ശ്രദ്ധിക്കും. അതിങ്ങനെ കേൾക്കും. 1, 2, 3, 4 പ്രാവശ്യമാകുമ്പോൾ അള്ളാഹു ഹിദായത്ത് അവർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവരുടെ ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തും. ഒരുപക്ഷെ നിങ്ങളുടെ മെമ്പർഷിപ്പ് അവർ സ്വീകരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ ഖൽബിൽ ഈമാനിൻ്റെ നൂറാനിയത്ത് പ്രവേശിച്ചിട്ടുണ്ടാകും. അതവർക്ക് ഗുണമുണ്ടാകും. അത്തരം പരിപാടികളാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായി നടത്തേണ്ടത്. കോർണർ യോഗങ്ങൾ നടക്കട്ടെ ധാരാളമായി. അങ്ങനെയാണ് പ്രവാചകന്മാർ ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നു, ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ദഅവത്തുൽ അംബിയായിലേക്ക് തിരിച്ചു പോയാൽ നമുക്കറിയാൻ കഴിയുന്നത്, അംബിയാക്കന്മാർ അങ്ങാടികളിൽ ഏതെങ്കിലും പ്രദേശത്ത് ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് അവരൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ തൗഹീദിൻ്റെ പ്രഖ്യാപനം അവരിങ്ങനെ പറഞ്ഞു കൊടുക്കലായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് ദഅവത്ത് നടന്നിരുന്നത്. ദുഖാല ചന്തയിലും ദുൽമജാസിലും ഞാൻ ഏറെ ആഗ്രഹിക്കുന്നതും കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഉഖാല. ത്വായിഫ് വരെ പോയിട്ടുണ്ട്. ഉഖാലയിലേക്ക് പോകാൻ പലപ്പോഴും ഗ്രൂപ്പുമായി പോകുന്നത് കൊണ്ട് നടക്കില്ല. ആഗ്രഹിക്കുന്ന ഉഖാല ചന്തയിൽ അവിടെ എത്തുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന രംഗം, ലോകത്തിൻ്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും കൂടെയില്ലാതെ ചന്തയിൽ ഒരു മൂലയിൽ എഴുന്നേറ്റ് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകനെ ആളുകൾ ഇങ്ങനെ കേട്ടില്ല എന്ന രൂപത്തിലൊക്കെ നോക്കുകയും നോക്കാതെയും ഒക്കെ പോകുമ്പോൾ അത് ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ പുറകിൽ നിന്നുകൊണ്ട് ജ്വലിക്കുന്ന മുഖവുമായി നല്ല സൗന്ദര്യമുള്ള ഒരുത്തൻ കൈകൊണ്ട് ഇവന് ഭ്രാന്താണ്, ഇവൻ എൻ്റെ കുടുംബക്കാരനാണ്, ഇവൻ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് പ്രവാചകനെ ആക്ഷേപിക്കുന്ന അബൂലഹബിനെയും കാണുമ്പോൾ, ഇന്ന് ഉഖാലയിലേക്ക് എത്തുമ്പോൾ 10,000-കണക്കിന് മുസ്ലിമീങ്ങൾ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമീങ്ങളെ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ ദഅവത്ത് എത്രത്തോളം എഫക്റ്റീവായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയും. അവിടെയാണ് ആഗ്രഹമുണ്ട് ആ സ്ഥലമൊന്ന് കാണണമെന്ന് ഞാൻ പറയുന്നത്. ഇതുപോലെ ചെറിയ രൂപത്തിൽ ചെറിയ പ്രദേശങ്ങളിൽ ഒന്നെല്ലാവരും കൂടിയിരുന്ന് ആരെങ്കിലുമൊക്കെ വന്നെങ്കിൽ വന്നു, അല്ലെങ്കിൽ ഇല്ല. എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് 10,000 ഉറുപ്പ്യക്ക് ഒരു 3 വർഷം ഈ കൊറോണക്കൊക്കെ മുമ്പ് ഒരാൾ വാങ്ങിത്തന്നൊരു സാധനമുണ്ട്, ഒരു സ്പീക്കർ. അതാണ് ഞാൻ മിക്കവാറും സ്ഥലങ്ങളിൽ ക്ലാസ്സിന് പോകുമ്പോൾ ഒരു ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 9 ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട്. ഞാൻ 9 ലേണിംഗ് ക്ലാസ്. അവിടെ ഒക്കെ ഇതും കൊണ്ടാണ് പോവുക. കൊണ്ടുപോയി കണക്ട് ചെയ്യും, ഞാൻ തന്നെ പ്രസംഗിക്കും, അത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. അതിങ്ങനെ ഇപ്പോഴും നടക്കുന്ന പണിയാണ്, ഇപ്പോഴും ചെയ്യുന്ന പണിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ചെറിയ സാധനം മതി പല സ്ഥലങ്ങളിലും നമുക്ക് വിപ്ലവകരമായ മാറ്റം വരുത്താൻ പറ്റും. കൂട്ടിയിട്ട് ഇടയ്ക്കൊരു എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുക, ഒരു പൊതുപരിപാടിയൊക്കെ സംഘടിപ്പിക്കുക. പക്ഷെ പൊതുപരിപാടിയേ നടക്കൂ എന്ന് വിചാരിക്കരുത്. അത് നമ്മുടെ ക്യാമ്പയിന് ഗുണമല്ല, ദോഷമായിരിക്കും ഉണ്ടാവുക. ചെയ്യാവുന്നിടത്തോളം ദഅവത്ത് ശക്തമായി ചെയ്യുക. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണത്തിനും അതിൻ്റെ പ്രചാരണത്തിനും വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാണ്, നമ്മുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്, നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ നമ്മളെ കോർക്കുന്ന ഒരു കോർമ്പലയുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതിൽ ഉറച്ചു നിന്ന്, അടിയുറച്ചു നിന്ന്, പരസ്പരം ചേർന്ന് നിന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കണം. നല്ലൊരു നേതൃത്വം നമുക്കുണ്ടല്ലോ, അവരുടെ പിന്നിൽ ശക്തമായി നിന്ന് കൃത്യമായി മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ചേർത്ത് പിടിച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെ ജീവിതത്തെ ധന്യമാക്കി മരിക്കുമ്പോൾ ഈ പ്രബോധക സംഘത്തിൻ്റെ അംഗമായി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നൊരു സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളായി അങ്ങനെ മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യവും വ്യക്തവുമായ ആദർശത്തിൽ അടിയുറച്ച് ജീവിച്ച് അങ്ങനെ തന്നെ മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.